സിനിമ മാറുകയാണ്, സിനിമയിൽ ഒരുപാട് ആൾക്കാർ വന്നു തരികയാണ്. പക്ഷെ മോഹൻലാൽ എന്നൊരു ഐക്കണ് അവിടെ തന്നെ നിൽക്കുകയാണ്, ആരും അങ്ങോട്ട് ആ ഏരിയയിലോട്ട് അടുപ്പിക്കുന്നില്ല. ഇത് മോഹൻലാൽ എന്ന വ്യക്തിയുടെ പ്രഭാവമാണോ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഒരു പവറാണോ? നേരത്തെ ചോദിച്ചാൽ അങ്ങനെ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെ കാണുന്ന വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. എൻ്റെ കഥാപാത്രങ്ങളെ കാണുന്ന ആൾക്കാരില്ലേ കൂടുതൽ. വ്യക്തി എന്നുള്ള വളരെ അടുത്തുള്ളവർക്ക് മാത്രമേ മോഹൻലാൽ ആരാണെന്ന് ഒരുപക്ഷെ അറിയാവുള്ളൂ. എങ്കിൽ എല്ലാവരും റിലേറ്റ് ചെയ്യുന്നത് നരസിംഹം, ഞാൻ നിങ്ങളുടെ ദേവാസുരം കണ്ടു അല്ലേ, ആറാം തമ്പുരാൻ കണ്ടു, കിരീടം കണ്ടു, സ്ഫടികം കണ്ടു. അപ്പോൾ എല്ലാം അങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. നമ്മളെ മോഹൻലാലായിട്ട് കാണാൻ വളരെ കുറച്ച് പേരെ ശ്രമിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് പേർക്ക് എന്നെപ്പറ്റി അറിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒരു പ്രൊഫഷണൽ ഹസാഡോ അല്ലെങ്കിൽ ഹസാഡൊന്നും പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ മിസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഏറ്റവും അതിനെ രസകരമാക്കി എൻജോയ് ചെയ്യുമ്പോഴാണ്, അല്ലാതെ നമുക്കങ്ങനെ മിസ്സിങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ജീവിതത്തിൽ. കൂടുതൽ മലയാള സിനിമയിലേക്ക് ഇനിയും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമോ? ഞാനിപ്പോൾ കൂടുതൽ മലയാളം തന്നെ ചെയ്യുന്നു. ബിക്കോസ് എൻ്റെ തിരിച്ചു വരവ് ആഫ്റ്റർ മൈ കല്യാണത്തിൻ്റെ ശേഷം ഞാൻ തിരിച്ച് കംബാക്ക് ഫിലിം എന്ന് പറയുന്നത് ദൃശ്യം. സോ അതിൻ്റെ ശേഷം ദൃശ്യം തെലുങ്കിൽ ചെയ്തിരുന്നു. പിന്നെ ഐ ഡിഡ്ന്റ് ഡു എനി മൂവീസ്. പിന്നെ തിരിച്ചും മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ചെയ്തു. മലയാളത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ യു ഗെറ്റ് വെരി ഡിഫറെൻറ്റ് ആൻഡ് വെരി റിയലിസ്റ്റിക് സ്റ്റോറീസ് ആൻഡ് സ്ക്രീൻ പ്ലേസ് ആൻഡ് ക്യാരക്ടേഴ്സ്. സോ കൂടുതൽ ഇതിൽ ഇഷ്ടം ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് കൂടുതൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട്. വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് റോൾസ് കിട്ടുമ്പോൾ യു ഫീൽ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ദം. മുന്തിരിവള്ളികളിലേക്ക് എത്തുമ്പോൾ അവിടെ ചെന്നാൽ കാണുന്ന മോഹൻലാലിനെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഉലഹന്നെ തന്നെ ആയിരിക്കും? മോഹൻലാലാണെന്ന് അറിയാമല്ലോ, പക്ഷേ ഉലഹന്നാനായിട്ടായിരിക്കും കാണുന്നത്. കാര്യം ഇങ്ങനെ ഉള്ള ആളെയല്ല ഉലഹന്നാൻ ഇത്രയും സന്തോഷകരമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷേ അയാൾ ആ സന്തോഷത്തിലേക്ക് വരും. കാര്യം ഈ കഥാപാത്രം ഞാൻ ഇത്ര നേരം സംസാരിച്ചാൽ അയാൾ റിയലൈസ് ചെയ്യാണ് എന്നിൽ നഷ്ടപ്പെട്ട എന്തായിരുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതം ഇത്ര വിരസമായിട്ട് മാറിയത്, എന്താണ് എൻ്റെ ഫാമിലിക്ക് ഞാൻ കൊടുക്കേണ്ടതെന്ന് റിയലൈസ് ചെയ്യുന്ന സമയത്ത് അയാൾ മാറുന്നതാണ് കഥ. ശ്രീ മോഹൻലാൽ, ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. നമ്മൾ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു. താങ്കൾക്ക് ദേഷ്യം വരുന്നപ്പോഴാണ്? ഈ ദേഷ്യം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചില പറയാം. കാര്യം ദേഷ്യം വരുന്ന പറഞ്ഞാൽ ഒരുപാട് പറയാം. അങ്ങനെയല്ല, അല്ലല്ല, നമുക്ക് റിഫ്ലക്സ് ആണ് എനിക്ക് കൂടുതൽ അല്ലേ. ഒരാൾ ദേഷ്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അതിനെ ഷോൾഡർ ചെയ്തുകൊണ്ട് നടക്കുക. പണ്ട് നീ അങ്ങനെ പറഞ്ഞില്ലേ, പണ്ടെന്ന് പറയുന്ന സാധനമെല്ലാം പോയി അല്ലേ. പണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ത് സംഭവിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് താൻ എന്നെ വഴക്ക് പറഞ്ഞതെന്ന് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ പഴയ കാര്യങ്ങൾ ഞാൻ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ദേഷ്യം എന്ന് പറയാം. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാറില്ല. നിങ്ങൾ അന്ന് എന്നെ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചിന്തിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ തുടങ്ങിയ സമയം മുതൽ പറഞ്ഞത്, എല്ലാ ദിവസവും ഒരു പുതിയ ദിവസം എന്നാണ് പറയുന്നത്. അപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയാം. പക്ഷേ എനിക്കങ്ങനെ ഞാൻ ഒരാളെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വളരെയധികം സങ്കടമാണ്. ഒരു പക്ഷേ ഞാൻ തിരിച്ചു പോയി അവരോട് സോറി പറയാറുണ്ട്, ഇനി അവരുടെ തെറ്റാണെങ്കിലും. പക്ഷേ നമ്മളെ റിഫ്ലക്സ് ഉണ്ട്, അതൊരു ആങ്കറിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ആങ്കറിൽ നിന്ന് അത് ഷോൾഡർ ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അത് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് എല്ലാവരോടും സന്തോഷമായിട്ട് പെരുമാറാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ ഞാനത് കെയർ ചെയ്യാറില്ല. അതൊരു എന്താണ് അഹംഭാവമായിട്ട് പറയുന്നതല്ല, ദാറ്റ് ഈസ് മൈ ക്യാരക്ടർ. അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനുമില്ല. അവിടെയാണ് ജീവിതത്തിൽ മുന്തിരിവള്ളികൾ തകർക്കുന്നത്.